ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. USS ഇംഗ്ലീഷ് എക്സാമിന് വന്നേക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതല്ല എങ്കിൽ ഒരു കവിത ഉണ്ടാകും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനുശേഷം പിന്നീട് ഗ്രാമർ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു കവിതയുടെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. Then read the following stanza from the poem and answer the questions. ആദ്യം നമുക്ക് ഈ പോം വായിക്കാം. അതിൽ നിന്നും നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടെത്തണം. റോസ്, a nurse of 90 years, set his child upon her knee. Like summer tempest came her tears. Preach my child, I live for thee. ഇവിടെ ഒരു റോസ് എന്നുള്ളൊരു നേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 90 വയസ്സുള്ള നേഴ്സാണ് റോസ്. അവൾക്ക് എന്താണ് പണി? അവളുടെ കാൽമുട്ടിന്മേൽ കുട്ടിയെ എങ്ങനെ വെക്കാണ്. സെറ്റ് ഹിസ് ചൈൽഡ് അപ്പോൺ ഹെർ നീ. ലൈക്ക് സമ്മർ ടെമ്പസ്റ്റ് കെയിം ഹെർ ടിയേഴ്സ്. അവളുടെ കണ്ണുനീർ ഒരു വേനൽക്കാലത്തെ കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അതായത് അവൾ കരയുകയാണ്. ഇതൊരു കവിതയാണ്, അപ്പോൾ കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണ്. സ്വീറ്റ് മൈ ചൈൽഡ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ. ഐ ലിവ് ഫോർ തീ. തീ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ തന്നെയാണ് കേട്ടോ. ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ നേഴ്സ് ഡു? ഈ നേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഇത് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും അല്ലേ. സെറ്റ് ദ ചൈൽഡ് ഓൺ മദേഴ്സ് നീ, അല്ലേ? ആ അമ്മയുടെ കാൽമുട്ടിന്മേൽ കുട്ടിയെ എങ്ങനെ വെക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ എബോവ് ലൈൻ. ഇവിടെ തന്നിരിക്കുന്ന ഈ ലൈനിൽ നിന്നും നമുക്ക് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തണം. ഓക്കെ, എന്താണ് റൈമിംഗ് വേർഡ്? ഒരു ലൈനിൽ സെയിം എൻഡിങ് സൗണ്ടുകൾ വരുന്നതാണ് അല്ലേ. കവിതയുടെ ഈ ലൈനിൽ ഒരേ സൗണ്ടുകൾ വരുന്നത് നോക്കാം. ഇയേഴ്സ്, ടിയേഴ്സ്, നീ, തീ, അല്ലേ? ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ റൈമിംഗ് വേർഡ് എന്ന് പറയാം. ഇവിടെ ഇയേഴ്സിനും ടിയേഴ്സിനും ഒരേപോലെയാണ് വരുന്നത്. ഒരേ എൻഡിങ് പ്രൊനൗൺസിയേഷൻ ആണ്. അതുപോലെ തന്നെ നീ, തീ, അല്ലേ? അപ്പോൾ ഉത്തരം നീ, തീ. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് എ വയലന്റ് സ്റ്റോം. വയലന്റ് സ്റ്റോം എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് എന്നർത്ഥമുള്ള ഒരു വേർഡ് ഈ കവിതയിലുണ്ട്. അത് കണ്ടെത്താനാണ്. അപ്പം നമ്മൾ വായിച്ച് നോക്കുക ഏതായിരിക്കും. ദെൻ ലൈക്ക് സമ്മർ ടെമ്പസ്റ്റ് കെയിം ഹെർ ടിയേഴ്സ്. ഇവിടെ ടെമ്പസ്റ്റ്, ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ വയലന്റ് സ്റ്റോം എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഉത്തരം ടെമ്പസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ കണ്ടെത്തണം കേട്ടോ. സിനോണിംസൊക്കെ കണ്ടെത്തി പഠിക്കണം, എക്സാമിന് ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ദി പോം? ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്താണെന്ന്. ഓക്കെ, റൈമിംഗ് വേർഡ് എന്താണെന്നും റൈമിംഗ് സ്കീം എങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റൈമിംഗ് വേർഡ് എങ്ങനെയാണ് കണ്ടെത്തുക. സെയിം എൻഡിങ് സൗണ്ട്സുകളാണ് റൈമിംഗ് വേർഡ്സ്. ദെൻ ഇയേഴ്സ്, ടിയേഴ്സ്, നീ, തീ, ഇതാണ് റൈമിംഗ് വേർഡ്. ഇനി ആ റൈമിംഗ് വേർഡ്സ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ലാസ്റ്റിലെ സൗണ്ട് ഒരുപോലെയാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ലെറ്റർ അതിന് കൊടുക്കുക. ഇപ്പം ഇയേഴ്സ് എന്നുള്ളത് ഒരു സൗണ്ടാണ്, നമ്മൾ അതിന് എ കൊടുത്തു. നീ എന്നുള്ളത് മറ്റൊരു സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ അതിന് ബി കൊടുക്കുകയാണ്. അടുത്ത ടിയേഴ്സ് എന്നുള്ളത് ഇയേഴ്സ് എന്നുള്ള സൗണ്ടുമായിട്ട് ഒരേപോലെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സെയിം ലെറ്റർ അവിടെ കൊടുക്കുക. എ കൊടുത്തു, ഇയേഴ്സിന് കൊടുത്ത എ തന്നെ ടിയേഴ്സിനും കൊടുക്കുകയാണ്. അതിനുശേഷം തീ, നീ, തീ, സെയിം സൗണ്ടാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് ബി കൊടുക്കുകയാണ്. നീക്ക് ബി കൊടുത്തതുകൊണ്ട് തീക്കും ബി കൊടുക്കുകയാണ്. ഇനി ഇയേഴ്സ് എന്നുള്ളതും ഇപ്പോൾ സെക്കൻഡ് ലൈനിൽ ടിയേഴ്സ് ആണെങ്കിൽ എ എ എന്നായിരിക്കും ഇതിൻ്റെ റൈമിംഗ് സ്കീം വരിക. ഇപ്പോൾ ഇത് ആദ്യത്തെ ലൈനിലെ സൗണ്ട് വേറെയാണ്, രണ്ടാമത്തെ ലൈനിലെ സൗണ്ട് വേറെയാണ്. അതുകൊണ്ടാണ് എയും ബിയും അവിടെ കൊടുത്തത്. മൂന്നാമത്തെ ലൈനിലെ സൗണ്ടും ഒന്നാമത്തെ ലൈനിലെ സൗണ്ടും ഒരുപോലെ ആയതുകൊണ്ടാണ് വീണ്ടും എ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി, എ ബി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു കവിത തന്നാൽ അതിൽ നിന്ന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് തീം എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു ടൈറ്റിൽ, ആപ്റ്റ് ടൈറ്റിൽ എഴുതാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചിലപ്പോൾ കവിത തന്നിട്ടുണ്ടാവുക. ഇതുപോലെ തന്നെയാണ് പാരഗ്രാഫ് തന്നിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ഇനി നമുക്ക് കുറച്ച് ഗ്രാമർ പാർട്സ് നോക്കാം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹി ഈസ് എ ഡോക്ടർ, ഈസ് ഹി. ഈസ് എ ഡോക്ടർ, വാസ് ഹി. ഹി ഈസ് എ ഡോക്ടർ, ഡോണ്ട് ഹി. ഹി ഈസ് എ ഡോക്ടർ, ഈസ് ഇൻ ഹി. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹി ഈസ് എ ഡോക്ടർ, ഈസ് ഇൻ ഹി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. നമ്മൾ പറയണം അവനൊരു ഡോക്ടറാണ്, അവനല്ലേ,
അങ്ങനെ ചോദിക്കില്ലേ? ഹി ഈസ് എ ഡോക്ടർ എന്നുള്ളതിലെ ഈസ് ഹി എന്നുള്ളത് നമ്മൾ ആദ്യം തിരിക്കുക. ഇതിൽ നോട്ടോ നോ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ നോക്കുക. നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് ചേർത്ത് കൊടുക്കണം. ഇനി ഹി ഈസ് നോട്ട് എ ഡോക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഈസ് ഹി എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇവിടെ എന്താണ്? ഹി ഈസ് എ ഡോക്ടർ എന്നാണ്, അതായത് പോസിറ്റീവ് ആണ്. ഇതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസിനെ നമ്മൾ ആദ്യം ചേർത്തു, അതിനുശേഷം നോട്ട് ചേർത്തു, എന്നിട്ട് നമ്മൾ ഹി എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനോട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരെ ഈസ് ഇൻ ഹി. ഇനി ഷീ ഈസ് എ ഡോക്ടർ എന്നാണെങ്കിലോ ഈസ് ഇൻ ഷീ എന്നായി മാറും. ഹീക്ക് പകരം ഷീ ആണ് വന്നത്, അതുകൊണ്ട് നമ്മൾ ഈസ് ഇൻ ഷീ എന്നാകും. ഇനി ക്വസ്റ്റ്യൻ ഷീ ഈസ് നോട്ട് എ ഡോക്ടർ എന്നാണെങ്കിൽ ഈസ് ഷീ എന്ന് മാത്രം മതി, കാരണം നോട്ട് എന്നുള്ളത് ആ സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുമ്പോൾ നെഗറ്റീവ് ചേർക്കേണ്ട. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവ് ചേർത്ത് കൊടുക്കണം. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ആക്കിയിട്ടും എഴുതണം. ഇനി അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. ചിൽഡ്രൻ ആർ ഫോണ്ട് ഡേസ് ടോയ്സ്. ഇവിടെ ഓഫ് ഉണ്ട്, ഔട്ട് ഉണ്ട്, ഇൻ ഉണ്ട്, എബോ ഉണ്ട്. ചില വേർഡ്സിൻ്റെ കൂടെ ചില വേർഡ്സ് മാത്രമേ വരികയുള്ളൂ, പ്രിപ്പോസിഷൻ ആണെങ്കിൽ പോലും. ദെൻ ഫോണ്ട് ഔട്ട് എന്ന് പറയാറില്ല, ഫോണ്ട് ഇൻ എന്ന് പറയാറില്ല, ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ് അർത്ഥം. ചില കുട്ടികൾക്ക് ടോയ്സ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഓഫാണ് ഇവിടെയുള്ള ഉത്തരം. അതുപോലെ ഫൈൻഡ് ഔട്ട് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്പെല്ലിങ്ങുകളൊക്കെ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതാണ്. ചിലപ്പോൾ ഡിഫിക്കൽട്ട് വേർഡൊക്കെ നിങ്ങൾക്ക് തന്നിട്ട്, അതായത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡായിരിക്കും, എന്നാൽ നമ്മളെ കൺഫ്യൂസിങ് ആകുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് തന്നെ സ്പെല്ലിങ്ങുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ 4 തരത്തിൽ സൊസൈറ്റിയെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കറക്റ്റ് ആൻസർ എന്താ? സെക്കൻഡ് വൺ ആണ് അല്ലേ? ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് ദ വേർഡ് ഈഗർ. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്, ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്. അത് ഓർത്ത് വെക്കട്ടോ. സിനോണിയം എന്ന് പറയുമ്പോൾ എസ് അല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ സെയിം മീനിങ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈഗർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് മുന്നിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ക്ലവർ, കൈൻഡ്, സ്മാർട്ട്, കീൻ. ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ, കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയ, സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മാർട്ടാണ്, ഉഷാറാണ്. ലാസ്റ്റ് വൺ എന്താ? കീൻ, ആഗ്രഹം. അപ്പോൾ ഈഗർ എന്നുള്ളതിൻ്റെ സെയിം മീനിങ് ആണ് കീൻ എന്നുള്ളത്. അപ്പോൾ ഉത്തരം കീൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, സിനോണിം എക്സാമിന് വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സിനോണിം കിട്ടും. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാർജ്, അതിൻ്റെ സിനോണിയമാണ് ബിഗ്. അങ്ങനെയുള്ള ചില വേർഡ്സുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ വേർഡ്സൊക്കെ കണ്ടെത്തി പഠിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് അൺലെസ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഇവിടെ യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അധ്വാനിക്കുക എന്നർത്ഥം. അൺലെസ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് വരിക. അതായത് ഒരു നെഗറ്റീവ് വേർഡാണ് അൺലെസ്. നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും, ഒരു കണ്ടീഷനായിട്ട് പറയാണ്. ഫസ്റ്റ് വൺ എന്താ? യു ക്യാൻ പാസ്, നീ ജയിക്കും. യു വിൽ ഫെയിൽ, നീ ഫെയിൽ ആവും. യു വോണ്ട് ഫെയിൽ, നീ ഫെയിൽ ആവില്ല. യു ക്യാൻ ഫെയിൽ, നിനക്ക് ഫെയിൽ ആവാൻ കഴിയില്ല. ഇതിലേതായിരിക്കും? അൺലെസ് യു വർക്ക് ഹാർഡ്, നീ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നീ തോൽക്കും, അങ്ങനെയല്ലേ പറയാ? അപ്പം എന്താ? യു വിൽ ഫെയിൽ. യു ക്യാൻ പാസ് എന്ന് പറഞ്ഞാൽ നീ ജയിക്കുന്ന, വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ആണ്. സോ നീ തോൽക്കും. അടുത്തത് ഹി ജംപ്ഡ് ഡാഷ് ദ പോണ്ട്. ഇവിടെ ഒരു പ്രപ്പോസിഷൻ ആണ്. ഹി ജംപ്ഡ്, അവൻ ചാടി. എങ്ങോട്ടാണ്? ഒരു പോണ്ടിലേക്ക്. ഇവിടെ ഇൻറ്റു ഉണ്ട്, ഇന്നുണ്ട്, ഓൺ ഉണ്ട്, അറ്റുണ്ട്. ഇപ്പോൾ എ ഫിഷ് ഇൻ ദ നെറ്റ്, ഫിഷ് നെറ്റിലാണ്. ഓൺ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും മേലെ. അറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അറ്റ് സ്കൂൾ അല്ലെങ്കിൽ സമയത്തിന് മുന്നിലൊക്കെയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ദെൻ ഇൻ ടു എന്താണ്? ഹി ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്, പോണ്ടിലേക്ക്, ലേക്ക് എന്നുള്ളൊരു അർത്ഥമാണ് ഇൻ ടുവിന് വരിക. ഓക്കെ, അടുത്തത് രാജു ഈസ് ഡാഷ് ദാൻ രവി. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരിക. നമുക്കറിയാം പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഒരു പോസിറ്റീവ് ഡിഗ്രിയാണ്. അതായത് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദെൻ ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ. ഇവിടെ അവൾ അവളുടെ സിസ്റ്ററേക്കാൾ സുന്ദരിയാണ്. ഇവിടെ ഒരു കമ്പാരിസൺ വന്നു അല്ലേ? 2 പേർക്കിടയിലുള്ള ഒരു കമ്പാരിസൺ വന്നു. അവളുടെ സിസ്റ്ററെയും അവളെയും കമ്പയർ ചെയ്തു. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നതിൽ ഒന്നുകിൽ മോർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേർഡിൻ്റെ ലാസ്റ്റിൽ ER ഉണ്ടായിരിക്കും. ഹി ഈസ് ടോളർ ദാൻ ഹിസ് ബ്രദർ. കണ്ടോ, ടോൾ എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ടോളർ. അതുപോലെ സ്മോൾ ആണെങ്കിൽ സ്മോളർ,
ബ്യൂട്ടിഫുൾ എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം മോർ ബ്യൂട്ടിഫുൾ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ദാൻ വരും. കമ്പാരിറ്റീവ് ഡിഗ്രി ഉള്ള സെൻറ്റൻസിൽ ദാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടെത്തിയാൽ മതി. രാജു ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ രവി. അടുത്തത് സെയിം. ടോം ഈസ് ഡേഷ് ദാൻ ജോൺ. ടോൾ, ടോളർ, ടോളസ്റ്റ്. ഇതിലേതായിരിക്കും? ഇവിടെ ദാൻ എന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. പിന്നെ 2 പേരുണ്ടാവും, കമ്പാരിസൺ വരുമ്പോൾ 2 പേരുണ്ടാവും അല്ലേ? ടോമും ജോണും ഉണ്ട്. അപ്പം എന്താ? ടോളർ ദാൻ ജോൺ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഷീ ഈസ് ദ ഡേഷ് ഇൻ ദ ഫാമിലി. അവളാണ് ആ ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം ഷീ ഈസ് ദ യങ് ഇൻ ദ ഫാമിലി എന്ന് പറയില്ല, ഷീ ഈസ് ദ യങ്ങർ ഇൻ ദ ഫാമിലി എന്ന് പറയില്ല. കാരണം യങ്ങർ നമ്മൾ പറഞ്ഞു, അവിടെ ER വന്നാൽ ദാൻ ഉണ്ടായിരിക്കും ആ സെൻറ്റൻസിൽ. പിന്നീട് വരുന്നത് മോർ യങ്ങർ. മോറിൻ്റെ കൂടെ പിന്നെ ഒരിക്കലും യങ്ങറും വരില്ല. അപ്പോൾ മോർ ബ്യൂട്ടിഫുൾ, അതുപോലെ തന്നെ മോർ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ചില അഡ്ജക്റ്റീവ്സിന് നമ്മൾ മോർ ചേർത്ത് കൊടുക്കും, ചിലതിന് ലാസ്റ്റിൽ ER ചേർത്ത് കൊടുക്കും. ഇപ്പോൾ സ്മോള്, ബിഗ്, ടോൾ എന്നുള്ളതിനൊക്കെ ലാസ്റ്റാണ് ER ചേർക്കുക. ഇപ്പോൾ ബ്യൂട്ടിഫുൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്നൊക്കെ വരുന്നില്ല, മോറാണ് ചേർക്കുന്നത്. മോർ, മോസ്റ്റ് ആ രൂപത്തിലാണ് ചേർക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താ വരുന്നത്? ഷീ ഈസ് ദ യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നോക്കുക, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു ദ ഉണ്ടായിരിക്കും. ഷീ ഈസ് യങ്ങസ്റ്റ് എന്നല്ല, ഷീ ഈസ് ദ യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി. അവിടെ കമ്പാരിസൺ നടന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് യങ്ങർ ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് യങ്ങസ്റ്റ്. ഷീ ഈസ് ദ യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി. അങ്ങനെയുള്ള ഒരുപാട്. ഷീ ഈസ് ദ ബെസ്റ്റ് ഗേൾ ഇൻ അവർ ക്ലാസ്. അവിടെയൊക്കെ എന്ത് വരും? ദ വരും. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ദാൻ ഉണ്ടായിരിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ആ ഒരു വേർഡിൻ്റെ മുന്നേ ദ ഉണ്ടായിരിക്കും. അത് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വൺ. ഐ വാസ് ബോൺ ഡേഷ് മുംബൈ. ഐ വാസ് ബോൺ ഇൻ മുംബൈ. കാരണം ഒരു പ്ലേസിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. പ്രിപ്പോസിഷൻസ് ആണ്. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് പ്രിപ്പോസിഷൻ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ ഒരുപാട് വട്ടം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക. കാരണം ഇംഗ്ലീഷിൽ പല സ്ഥലത്തും പല പ്രിപ്പോസിഷനുമാണ് യൂസ് ചെയ്യുക. സോ ഈ ലാംഗ്വേജുമായി നമ്മൾ കൂടുതൽ ഫെമിലിയർ ആയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ദെൻ എല്ലാവരും ഗൂഗിളൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കൂടുതൽ പ്രിപ്പോസിഷൻ വേർഡൊക്കെ കണ്ടെത്തി പഠിക്കുക. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഇനിയും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ദെൻ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ USS ഇംഗ്ലീഷ് ക്ലാസ്സുകൾ 7th ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കല്ലാത്തവർക്കും ഈ ഗ്രാമർ പാർട്ടും ഒക്കെ വരാവുന്നതാണ്. സോ അവർക്കും പഠിക്കാം. ദെൻ QS ചാനലിൽ വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ്. സോ വേണ്ടവർ പ്ലേലിസ്റ്റ് ഒക്കെ നോക്കിയാൽ മതി. എനിവേ, താങ്ക് യു.